പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങനെ വചനമാണല്ലോ അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങനെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ റോജൻ എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. റോജനെയൊക്കെ പ്രശ്നിച്ച റോജന് വീട് നല്ല വീടൊക്കെയാണ്, പക്ഷെ സ്ഥലം കുറവാണ്. അവിടെ എന്നും ഒരു തിക്കുമുട്ടലോ ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ അവർക്ക് അപ്പോൾ ഒരു പുതിയ വീട് വെച്ചപ്പോൾ വീടിൻ്റെ സ്ഥലം ഒതുങ്ങി. അപ്പോൾ വീടിൻ്റെ വീടിൻ്റെ പുറത്ത് ഒരു വഴിയുണ്ട്, ഉപയോഗിക്കാത്ത വഴിയാണ്. അപ്പം അതിൽ നിന്ന് അത് 1 സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവർക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടാകും. പക്ഷേ ചോദിച്ചാൽ തരുമോ എന്നറിയത്തില്ല. ചില ആൾക്കാർ നമ്മൾ ആവശ്യം പറഞ്ഞു തന്നാൽ പിന്നെ അവർ ലോകത്തില്ലാത്ത വിലയൊക്കെ പറയത്തില്ലേ, ഞങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കണില്ലെന്ന് പറയും. 12 കൊല്ലം നമ്മളെ നടത്തും. അവർക്കൊരാവശ്യം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരു ഭാരപ്പെട്ട നാട്ടിൽ നടപ്പുള്ള വിലയാണെങ്കിൽ കൊടുത്ത് കാശ് മേടിക്കണമല്ല. പക്ഷേ ഇവരങ്ങനെ അവർക്ക് കാശ് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്കത് തരാതിരിക്കണം. എന്തെങ്കിലുമൊക്കെ ഏടാകൂടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഏടാകൂടങ്ങൾ
ഏറെക്കുറെ ഉള്ളത് കാരണം ഏറ്റവും വലിയ ഏടാകൂടെ അതൊന്നുമല്ല. ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലൊരാൾ മരിച്ച്, ആ കുടുംബം മരിച്ചു. അപ്പം അത് 3 മാസം ആയുള്ളൂ. 3 മാസമായി. അപ്പോൾ ഇവർക്ക് റോജനെയൊക്കെ ചോദിക്കാൻ ഒരു റിലക്റ്റൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻ ചോദിക്കണോ. ഇപ്പം നമ്മൾ ചോദിച്ചില്ല, അവർ വേറെ ആർക്കെങ്കിലും സ്ഥലം വിറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ചോദിക്കണമല്ലോ, ചോദിക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് അവസാനം ഇവർ 3 അമ്മയും ഭാര്യയും റോജനും സെപ്പറേറ്റ് ഉടമ്പടിയിലാണ്. ഒരു കുടുംബത്തിൽ തന്നെ 3 ഉടമ്പടിയാണ്. അപ്പോൾ അവർ അവസാനം പരിശുദ്ധാത്മാവ് നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച്, ചോദിക്കണത് വിഷമമുണ്ട്, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ വിഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ വീട് വെച്ചപ്പോൾ ഒതുങ്ങിപ്പോയ സ്ഥലത്തകത്ത് പെരുമാറാൻ സ്ഥലമില്ല, ഞങ്ങൾക്കൊരു സെൻറ്റ് സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോടത്ത് എന്തെങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞ് തരാമെന്നവരൊക്കെ പറയുമെന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആൾക്കാർ, ആ വീട്ടുകാർ. അത് പറഞ്ഞ് അതെന്താ, കുറച്ച് പണിയുണ്ടത്, വീട്ടുകാരൻ്റെ പുരയിടത്തു നിന്ന് പേരിൽ നിന്ന് എൻ്റെ പേരിലോട്ട് മാറ്റണം, എൻ്റെയും പിള്ളേരുടെയും പേരിലോട്ട് മാറ്റണം. മാറ്റിയാൽ തരുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില നിശ്ചയിച്ച്. പക്ഷെ അത് 1 മാസത്തിനുള്ളിൽ ആ സംഭവമില്ല നടന്നു. റോജൻ്റെ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു സംഭവം, നമ്മുടെ ഈ അപേക്ഷയൊക്കെ പൂരിപ്പിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ബാങ്കിൽ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം, വേറെ എന്തൊക്കെയല്ല ഇൻ്റർവ്യൂവിൻ്റെ അപേക്ഷയൊക്കെ പൂരിപ്പിക്കണം. താഴെ ഒരു സെക്ഷൻ ഉണ്ടായി, ഫോർ ഓഫീസ് യൂസ് ഒള്ളി, അല്ലേ, ഫോർ ഓഫീസ് യൂസ് ഒള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫീസിൻ്റെ കൺകറൻസ്, അത് ആ അപേക്ഷ വെരിഫൈ ചെയ്ത് അതിനെ റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമാർക്ക് എഴുതി മാറ്റുകയോ ചെയ്തിട്ട് ഓഫീസ് സീൽ വെക്കേണ്ട സ്ഥലമാണ്. ഫയലിലേക്ക് പോകണമെങ്കിൽ ഓഫീസ് ഒപ്പും വേണം, മാനേജറുടെ ഒപ്പും വേണം, ഓഫീസിൻ്റെ സീലും വേണം. അതിന് പിന്നെ ചില അണ്ണന്മാർ അതൊന്നും അറിയാതെ അവിടെ കയറി എഴുതും. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചിലത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്, അവിടെ ഓഫീസ് യൂസ് ഉള്ളിയാണ്, ദൈവം തന്നെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്താൽ ശരിയാകത്തില്ല, നമ്മൾ ചെയ്താൽ അത് ക്യാൻസലാകും മിക്കവാറും. ഈ അറിയാൻ പാടില്ലാത്തവർ കയറി ഓഫീസിൻ്റെ പേപ്പറെ കയറി കുറേ പേരൊക്കെ എഴുതി, നമ്മൾ സ്വന്തം കാര്യമൊക്കെ എഴുതി വെക്കണില്ലേ, അതുപോലെ വരും. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ദൈവം തന്നെ ചെയ്യേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തെ കൊണ്ട് അത് ചെയ്യിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ, ഇപ്പോൾ ബൈബിൾ പറയത്തില്ലേ, ഇവൻ ഇത് ചെയ്തു കൊടുക്കാൻ ഇവൻ അർഹനാണ്. ആ വചനം എടുത്തേ, ലുക്ക 7:4. അവർ യേശുവിൻ്റെ അത് യഹൂദ പ്രമാണികളാണ് കേട്ടോ. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണ് അപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് വിഷയം, അവൻ അർഹനാണ്. അപ്പം നമ്മൾ ഈ ഫോർ ഓഫീസേഴ്സ് ഉള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അത് ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ദൈവം അത് ചെയ്തു തരാൻ, ആ ഓഫീസിലെ വർക്ക് കൺകറൻസ് ചെയ്തു തരാൻ, സീൽ ചെയ്തു തരാൻ, സൈൻ ചെയ്തു തരാൻ നമ്മൾ തന്നെ ദൈവദൃശ്യനെ അർഹരാക്കേണ്ടതുണ്ട്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പുഷ്പറാണി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് വരുന്നു. ദൈവമാഹം മഹത്വപ്പെടുത്തേ. തിമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടികൾ നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ വരുവാനുണ്ടായ സാഹചര്യം, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ ഞാൻ ആരോഗ്യവകുപ്പ് ജോലി ചെയ്യുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീല എന്ന് പറയും. പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറോടെ പോയി ഒരു ഉടമ്പടി എടുക്കുക, സാറിനും സൗഖ്യം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് ഇവിടെ വന്ന് പല ടെസ്റ്റുകളും പല ഡോക്ടർമാരെയും കാണിച്ചിട്ടും ഒരു രോഗവും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്ത മുഖം എനിക്ക് സൗഖ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുകയും എൻ്റെ തൊണ്ടയിൽ തൈറോയിഡിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ ഓഫീസറോട് പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ സാറ് പറഞ്ഞു അതൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എടുത്തു, രക്തം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലെല്ലാം നോർമൽ കണ്ടു. പക്ഷേ സർജൻ പറഞ്ഞു അത് സർജറി ചെയ്യണം, അപ്പം ഫിറ്റ്നസ് വാങ്ങിക്കണമെന്ന്. ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പം എല്ലാ ഡോക്ടേഴ്സും ഫിറ്റ്നസ് തന്നു. പിന്നെ കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പം പറഞ്ഞു എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അതിനകത്ത് വേരിയേഷന്, ആ വേരിയേഷൻ കണ്ടതനുസരിച്ച് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ബ്ലോക്കുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ബൈപ്പാസ് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ലെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു. തൈറോയിഡുള്ള സ്ഥലത്തും അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ള സ്ഥലത്തും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനിവിടെ ചെന്നതിന് ശേഷം ദിവസവും ആ CD-യിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ബൈപ്പാസ് എന്നുള്ളത് ആൻജിയോപ്ലാസ്റ്റിയായിട്ട് മാറി. അത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതവും അനുഗ്രഹവും എന്ന് തന്നെ പറയാം. അപ്പോൾ സർജറി എല്ലാം ഫിക്സ് ചെയ്തു. 2 പ്രാവശ്യം സർജറി സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടതായി വന്നു. വീണ്ടും സർജറി ചെയ്തു. സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു പാകപ്പിഴ ഉണ്ടായി. എൻ്റെ വെയിൻ പൊട്ടുകയും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ എന്നെ 4 ദിവസത്തേക്ക് ICUയിലേക്ക് മാറ്റി. ആരെയും കാണിക്കത്തുമില്ല, ഒന്നുമില്ല. 4-ാം ദിവസമായപ്പം എൻ്റെ മെഡിക്കൽ ഓഫീസർ വന്ന് പുള്ളി ഐഡൻറ്റി കാർഡ് കാണിച്ച് അകത്ത് കയറി. അപ്പോൾ എൻ്റെ നില വളരെ മോശമായി കിടക്കുകയാണ്. അങ്ങനെ ഒരു 7 ദിവസമായപ്പോൾ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഒന്നും വയ്യ. ഞാൻ ഫിസീഷ്യനെ വിളിച്ചു. ഫിസീഷ്യനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങ് വാ, ഒരു സ്കാനും കൂടെ ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഈ ഇൻറ്റേർണൽ ബ്ലീഡിങ് മുഴുവനും വയറിൻ്റെ താഴ്വശത്ത് വന്ന് കെട്ടിക്കിടന്നിട്ട് ഭയങ്കരമായിട്ട് 8 സെൻറ്റിമീറ്റർ വലുപ്പത്തിലൊരു ഹെമറ്റോമ ഫോം ചെയ്തു. ഈ ഹെമറ്റോമ ഇനി സർജറി ചെയ്യണമെങ്കിൽ തൊറാസിക് സർജൻ കാണണം. തൊറാസിക് സർജൻ കണ്ടിട്ട് ഹാർട്ടിൽ നിന്ന് റിലേറ്റഡ് അല്ലെന്നും നോക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇത് സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീണ്ടും ചികിത്സയിലും കാര്യങ്ങളിലുമായി ഞാനിവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പം അപ്പുറത്തുള്ളവരെ കടത്തി വിട്ടില്ല. ഞാനിവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയി. ഈ തൈലവും ഉടമ്പടി വസ്തുക്കളും എല്ലാം ഞാൻ ദിവസവും ഉപയോഗിച്ചു. അങ്ങനെ വീണ്ടും ഡോക്ടേഴ്സിനെ എല്ലാം കണ്ടു. അപ്പം ഇത് ഹാർട്ട് റിലേറ്റഡ് അല്ല. അപ്പം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ തൈലം തൊട്ട് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഈ ഹെമറ്റോമ ഒന്നും ചെയ്യേണ്ട, 8 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഹെമറ്റോമ ഒന്നും ചെയ്യേണ്ട, അത് താനേ ചുരുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അത് താനേ ചുരുങ്ങിപ്പോയി. തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് മാറി. ആ സമയം തന്നെ എൻ്റെ ഇടത്തെ കാലിന് ഭയങ്കരമായിട്ട് വേദന വന്നു. ഞാൻ
പിന്നെ ഡോക്ടറെ കണ്ടു, ഓർത്തോയെ കണ്ടു പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് കൊണ്ടുവന്നപ്പം ഹിബ് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹിബ് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഇത് അത്ര വലിയൊരു ഈസിയായ കാര്യമല്ല, ഈ സർജറി നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് മരുന്ന് കൊണ്ട് എത്രമാത്രം ഇത് മാറുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. മരുന്ന് കൊണ്ട് മാറത്തുമില്ലെന്നും പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛനെ സൈത്ത് പൂശി ആ ഭാഗത്ത് പ്രാർത്ഥിക്കുകയും എനിക്ക് ആ ഭാഗത്ത് പരിപൂർണ സൗഖ്യം കിട്ടുകയും ചെയ്തു. അതും മാതാവും തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് 2016 2 കാലിനും ഒരു ചെറിയ ഞൊണൽ പോലെ വന്നു. അപ്പം ഞാൻ കായംകുളം താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുന്ന സമയം, അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ചെറിയ ഷുഗർ കണ്ടു. അവർ ഇത് ഡീബ്രൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് വലുതായി അവരൊരു ദിവസം എന്നോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഇത് പിന്നെ തൊലി എടുത്ത് വെച്ച് സർജറി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ സർജറിക്ക് കയറ്റി. അവിടെ വെച്ച് സർജറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരെ കോട്ടയത്തിന് വിട്ടു. കോട്ടയത്ത് ചെന്നിട്ടും അത് എൻ്റെ കണ്ടീഷൻ വളരെ മോശമായി. അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നേരെ അമൃതയ്ക്ക് കൊണ്ടുപോയി. അപ്പോൾ 2 കാലും ആംപ്യൂട്ടേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പോയി 2 സർജറി കഴിഞ്ഞു. 31 ദിവസം അവിടെ ICUയിലും അല്ലാതെയായിട്ട് അവിടെ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു. 10 ദിവസം ഒരിക്കൽ എന്നെ റിവ്യൂവിന് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത്. അപ്പോൾ ആ മുറിവും ഇങ്ങനെ കരിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് അച്ഛനെ കണ്ട് അച്ഛനും അവിടെ ഭാഗത്തും സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. ആ മുറിവും ഇപ്പോൾ സൗഖ്യമായി വരുന്നു. അതിനും അമ്മ മാതാവിനും ഞാൻ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി എനിക്ക് 2016 മുതൽ എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയൊരു ആപ്സ് പോലെ ഉണ്ടായിരുന്നു. അതങ്ങ് വലുതായി. ഞാൻ ആരെയും അത് കാണിക്കാറില്ലായിരുന്നു. അപ്പം എൻ്റെ പീരീഡിലുള്ള 2017 മുതൽ 2023 വരെയുള്ള ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഓഡിറ്റേഴ്സ് വരുന്നവർ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ ആ ഓഡിറ്റ് നല്ലതാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതും എനിക്ക് നല്ലതാക്കി തന്നു. അതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അപ്പം ഞാൻ അവിടുത്തെ തന്നെ മെഡിക്കൽ ഓഫീസർ ഇത് കണ്ടു, അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് കണ്ടു, പിന്നെ അവിടുത്തെ സ്റ്റാഫ് നഴ്സ് കണ്ടു. ഇവർ 3 പേരും പറഞ്ഞു, സാറേ ഇത് സർജനെ കൊണ്ട് കാണിക്കുക, സർജറി ചെയ്ത് സ്റ്റിച്ചിട്ടാൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് എനിക്ക് ഭയങ്കര കിടുങ്ങലും വിറയിലും ഒരുമാതിരി ഷിവറിങ്ങും എന്തൊക്കെയോ ബുദ്ധിമുട്ട്. ഞാൻ അപ്പോൾ അതൊരു ഭയങ്കര ഒരു വെള്ളയ്ക്ക വലിപ്പത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പോയി ഈ തൈലം തൊട്ടിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അത് പൊട്ടി. ഇപ്പോൾ അങ്ങനൊരു രോഗം വന്നതായിട്ട് പോലും ആ ഭാഗത്ത് കണ്ടാൽ പറയത്തില്ല. അതും ഏറ്റവും വലിയൊരു സൗഖ്യമായിട്ട് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നെഞ്ചത്തൊരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ സർജനെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇവിടുത്തെ സാക്ഷ്യം കേട്ട കൂട്ടത്തില്ല. ആ സാക്ഷ്യത്തിനകത്തിൽ പറയുന്നുണ്ട് ഇങ്ങനൊരു മുഴ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് മാറിയെന്ന്. അപ്പം ഞാൻ അവിടെ തൈലം തൂത്ത് ദിവസവും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ മുഴയും മാറി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അലർജി രോഗം ഉണ്ടായിരുന്നു, അതിനും തൈലം തൂത്ത് പ്രാർത്ഥിച്ചു, അതും മാറി. അപ്പോൾ ഇത്രയും രോഗസൗഖ്യങ്ങളൊക്കെയും ദൈവം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ആ കുട്ടി ഇവിടെ വരുന്നതാണ് എങ്കിൽ പോലും അതിൻ്റെ അമ്മ വെൻറ്റിലേറ്ററിലായി മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്ക് അത്ഭുതകരമായി സൗഖ്യമായി. ആ അമ്മ ഇവിടെ വീണ്ടും വരും. ഇവിടെ വന്ന് അവരും സാക്ഷ്യം പറയും. അതിനോടൊപ്പം ഞാൻ സാക്ഷ്യം പറയുമ്പം അതും സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. ആ സാക്ഷ്യവും ഞാൻ ഇതോടൊപ്പം തന്നെ പറയുന്നു. പിന്നെ ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെയും സൗഖ്യം കിട്ടുന്നു. അതും ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തി. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ വീട്ടിൽ ഈ പഴയ മച്ചടിച്ച വീടാണ്. അവിടെ മരപ്പട്ടിയുടെ ഉപദ്രവവും അതുപോലെ ചേര കയറുന്നതായിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മരപ്പട്ടിയുടെ ശല്യം ഭയങ്കരമാണ് രാത്രിയിൽ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മാതാവിൻ്റെ ഉപ്പല്ലേ ഇവിടെ ഇരിക്കുന്നത്, ആ ദിവ്യമായ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പം നാളിത് വരെ പിന്നെ അങ്ങനെ ഒരു ഉപദ്രവവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
എനിക്ക് ചോറൊക്കെ വെച്ച് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കാരണം ആദ്യമൊക്കെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു സംഘടനക്കാരുണ്ട് ബ്രെഡും കാപ്പിയും കൊടുക്കുന്നത്. ഞാനും അവരുടെ അടുത്ത് കൊണ്ടുപോയി ചിലപ്പോൾ 26 ബ്രെഡ്, 5 കിലോ പഞ്ചസാര, 2 കിലോ തേയില ഇതെല്ലാം കൊണ്ടുപോയി അവിടെ നിന്ന് വരുന്ന രോഗികൾക്കെല്ലാം ചായയും പിന്നെ അതേപോലെ ബ്രെഡും എല്ലാം കൊടുത്തിട്ട് തിരിച്ചു പോകും. ഇപ്പം പിന്നെ ചോറ് പൊതിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കാവുന്ന അത്രയും പൊതിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയാണോ അന്ന് വീട്ടിൽ കഴിക്കുന്നത് ആ കറികളെല്ലാം ആയിട്ട് തൈലം പൂശി പ്രാർത്ഥിച്ച് ആ പൊതികളെല്ലാം അർഹിക്കുന്ന കരങ്ങളിൽ കൊണ്ട് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ ആർക്കെങ്കിലും വാടി ചെല്ലുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് കണ്ടാൽ എന്നെ കഴിയാവുന്ന എന്തെങ്കിലും കൊടുക്കും.